എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ചിരിക്കുകയാണ്. 30 മിനിറ്റെങ്കിലും നമ്മൾ കുതിർത്താൻ വെക്കണം. പിന്നെ നമ്മൾ 8 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിലും ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാവുന്നതാണ്. അരി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ എപ്പോഴും നന്നായി ശ്രദ്ധിക്കണം. 70-80% മാത്രമേ വേവാൻ പാടുള്ളൂ. അങ്ങനെ വെന്ത് കഴിയുമ്പോൾ റൈസ് ഊറ്റിയെടുത്ത് പാത്രത്തിലാക്കി അതൊന്ന് ഫാനിൻ്റെ അടിയിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. പിന്നെ ഇത് നമ്മൾ അതിലേക്കുള്ള മുട്ട 2 എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് എടുക്കുകയാണ്. അത് നമ്മൾ ഇതുപോലെ മുട്ട വേവിച്ചെടുക്കണം. അത് കഴിയുമ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാം എടുക്കാം. ഇവിടെ ഇപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ക്യാബേജുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓയിലൊഴിച്ച് അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമ്മൾ വെളുത്തുള്ളി ആണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്നായി കഴിയുമ്പോഴാണ് 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അപ്പോൾ അതിട്ട് കൊടുക്കുക. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ക്യാബേജ് ഇതെല്ലാം ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. അരി എപ്പോഴും നമ്മൾ കുതിർത്ത കാരണം വേവ് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അതിപ്പോൾ തലേദിവസം നമുക്ക് വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മതി, കുറച്ച്. അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തണുപ്പിച്ച റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ കുറച്ച് കുരുമുളകും 1 ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കുക.